കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രബോധിനി സാഹിത്യ പുരസ്കാരം എം മുകുന്ദന്. ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന കൃതിക്കാണ് പുരസ്കാരം. 28-ന് അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാലയാണ് പ്രബോധിനി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എം മുകുന്ദന്റെ ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന കൃതിക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ചെയർമാനും ശാന്ത മുരളീധരൻ, പി ദീപു എന്നിവരുമടങ്ങിയ കമ്മിറ്റിയാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 28-ന് വൈകിട്ട് 5-ന് നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, പി ദീപു, ശിവചന്ദ്രൻ എന്നിവർ അറിയിച്ചു. വിഷയങ്ങൾ ഏറ്റവും ശക്തമായി കൈകാര്യം ചെയ്യുന്നു. ആധുനിക കാലത്തെ മുതലാളിത്തത്തിൻ്റെയും കച്ചവട താല്പര്യങ്ങളുടെയും ഇടപെടൽ എങ്ങനെയാണ് കലയെ സ്വാധീനിക്കുന്നതെന്നും കലയെ വിപണനം ചെയ്യുന്നതെന്നും ഈ നോവൽ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ മലയാളത്തിൽ മറ്റൊരു നോവലുകൾ ഇല്ല എന്നതാണ് ആ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വർത്തമാനകാല സാമൂഹിക സാഹചര്യങ്ങളിൽ ഈ നോവൽ ഏറെ പ്രസക്തമാണ്. പുരോഗമന താല്പര്യമുള്ള ദളിത് വിഷയങ്ങൾ ഏറ്റവും ശക്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു കൃതി എന്ന തലത്തിൽ സ്ത്രീ വിമോചനത്തിൻ്റെതായ വലിയ കാഹളം നടക്കുന്ന കൃതി എന്ന തലത്തിൽ ആ പുസ്തകത്തിന് വലിയ പ്രസക്തിയുണ്ട്. പ്രബോധിനി സാഹിത്യ പുരസ്കാരം വളരെ അഭിമാനപൂർവ്വം ശ്രീമുഖത്തിന് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഗ്രന്ഥശാലയിലെ വനിതാ പ്രവർത്തകർ എഴുതിയ കവിതകൾ സമാഹരിച്ച് തയ്യാറാക്കിയ അവൾ പൂക്കുന്ന ഇടം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചടങ്ങിൽ എം മുകുന്ദൻ നിർവഹിക്കും. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് ലൈബ്രറിയിൽ, നമ്മുടെ പ്രബോധിനി ലൈബ്രറിയിൽ വായിക്കാൻ വരുന്ന സ്ത്രീ എഴുത്തുകാരെ ചേർത്തുകൊണ്ട് ഒരു കവിതാ പുസ്തകം നമ്മൾ അന്ന് പ്രസിദ്ധീകരിക്കുന്നത്. ആ കവിതാ പുസ്തകത്തിന്റെ പ്രകാശനം ആ ദിവസം തന്നെയാണ്. ശ്രീ എം മുകുന്ദനാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ലൈബ്രറിയിലെ വനിതാ എഴുത്തുകാരെ മാത്രം വെച്ചുകൊണ്ടുള്ള പക്ഷേ ആദ്യത്തെ സംരംഭമായിരിക്കാം. കൂട്ടം നാട്ടിൻപുറത്തുള്ള പുതിയ ഇതുവരെയും ഒരിടത്തും ഒരു കവിത പോലും എഴുതിയിട്ടില്ലാത്ത, ഒരു കവിത പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത 22ഓളം വനിതകളുടെ കവിതകളാണ് പുസ്തകത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.